ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് എയ്തർ ഇത് നമുക്ക് ഡെമിഗാഡ്സിന്റെ ലെവലിലുള്ള പ്ലഷർ അനുഭവിച്ചാലും ഡോഗ്സ് ആൻഡ് ഹാർട്സിലുള്ള പ്ലഷർ നമുക്ക് അനുഭവിച്ചാലും ബോത്ത് ആർ ഇൻ എ വേ സെയിം. എന്നു വെച്ചാല് കിട്ടുന്നതും അതേപോലെയാണ്, ടെമ്പററി പ്ലഷർ ആണ്. അപ്പോൾ ഡെമിഗാഡ്സ് ചിലപ്പോൾ വലിയ വലിയ പ്ലഷർ ഫീൽ ചെയ്യാനായിരിക്കാം, പക്ഷെ അവർക്കും ആങ്സൈറ്റി ഉണ്ട് ഇത് എപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന് പോകുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിലും വലിയ വലിയ ആൾക്കാർ വലിയ വലിയ രീതിയിൽ they may endeavor very hard to gain ഒരു ചെറിയ ഒരു മറ്റവരുടെ കാട്ടിലും ഒരു കൂടിയ ഒരു പ്ലഷർ അവർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ എപ്പോ വേണമെങ്കിലും ആ പ്ലഷർ അവരുടെ കയ്യിലിരുന്ന് അത് വിട്ടു പോവാനുള്ള ഒരു ആങ്സൈറ്റി, ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കിയാൽ ദാറ്റ് ആങ്സൈറ്റി, ദാറ്റ് പെയിൻഫുൾ ആങ്സൈറ്റി ഡീപ്പ് ഇൻ അവർ ഹാർട്ട്, ഇറ്റ്സ് ഓൾവേസ് ട്രബിളിങ് അസ്. അതാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത് മിക്സഡ് ഹാപ്പിനെസ്. അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ പറയാം, ലൈക്ക് സേ മിൽക്ക് ഉണ്ട്, പ്യൂർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്കിനെ എൻജോയ് ചെയ്യാം. പിന്നെ മിൽക്കിൽ ഒരു തുള്ളി പോയിസൺ ചേർത്തിരുന്നാലും ആ മിൽക്ക് നമുക്ക് എൻജോയബിൾ അല്ല, അത് മാറിപ്പോകും. ഇറ്റ്സ് നോട്ട് മിൽക്ക്, ഇറ്റ്സ് നോട്ട് പ്ലഷറബിൾ എനിമോർ. അത് പോയിസൺ അല്ലെങ്കിൽ ഒരു ഡേർട്ട് മിക്സ് ആയതാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ഹാപ്പിനെസ് നമുക്ക് എത്ര വലുതായാലും അതിൽ ഈ ഒരു മിസറി, ടെമ്പററിനെസ്സിന് പറയുന്ന ആ ഒരു മിസറി, എപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കൈവിട്ട് പോകുന്നുള്ള ഒരു മിസറി നമുക്കുള്ളത് കൊണ്ട് we can never enjoy the happiness to full extent. അത് എത്രമാത്രം നമ്മൾ പോയാലും നമുക്ക് ഈ ഒരു ഫിയർ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്യാം, ഇറ്റ് ഈസ് നോട്ട് ഹാപ്പിനെസ് അറ്റ് ഓൾ. വാട്ട് എവർ വി ആർ എൻജോയിങ്, നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ എൻജോയ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മിസറി. ആൻഡ് മേ ബി നമുക്ക് പറയാം ഇറ്റ്സ് എ മിക്സഡ് ഹാപ്പിനെസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് അഗെയിൻ ഇറ്റ്സ് എ മിസറി. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മിസറി അനുഭവിക്കുന്നതിനുള്ളതും ശ്രീല പ്രഭുപാദന്റെ ബുക്ക് വായിച്ച് നമുക്ക് എല്ലാവർക്കും ഇറ്റ് ഈസ് എ വെരി ഓബിയസ് ഫാക്ട്, ബിക്കോസ് ഓഫ് കർമ്മ. നമുക്ക് നമ്മുടെ പ്രീവിയസ് ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ലൈക്ക് മെറ്റീരിയൽ വേൾഡിൽ പറയുന്നത് പോലെ എവറി ആക്ഷൻ ഹാസ് ഇറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനെ തന്നെ കർമ്മ നമുക്ക് ശ്രീല പ്രഭുപാദ് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഹാപ്പിനെസ് ഓർ മിസറീസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഇത് നമ്മുടെ കർമ്മ, അതായത് നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലനമാണ്. അപ്പോൾ നമുക്ക് ഈ മിസറീസ് വേണ്ട, എനിക്ക് ഹാപ്പിനെസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് ബാക്കിൽ പോയിട്ട് നമ്മുടെ കർമ്മ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് ആകെ ഉള്ളത്, ഈവൻ ഇഫ് വി അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നുണ്ടോ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാതെ വരെ മാർഗമില്ല. നമുക്ക് ലൈക്ക് ഈ പ്രോപ്പർട്ടിലി എൻഡവറിനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഈ എൻഡവർ നമുക്ക് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മൈൻഡ് ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ മിസറീസിലിരുന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ഈ മിസറീസിനെ മാറ്റി വെക്കാനോ നമ്മൾക്ക് വി ഹാവ് ടു വർക്ക് വെരി ഹാർഡ്. നമുക്കത് ധനമുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ, നമ്മൾ ചിലർ ദേ ആർ വെരി എന്ത് പറയാ, എക്സ്പേർട്ട് ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ്, ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ. ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയാണ്, ചിലർക്ക് അതൊരു ടാലന്റ് ആണ്. മാർക്കറ്റിംഗിൽ എസ്പെഷ്യലി ഇരിക്കുന്നവർക്ക്, അവർക്ക് ആറിനടുത്ത് വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പായിട്ട് പഴകാം. അതിൻ്റെ ഉള്ളിലുള്ളത് ബിസിനസ് ആയിരുന്നാലും ദേ ഹാഡ് ദ ടാലന്റ്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ വേൾഡിൽ മാക്സിമം ദേ ട്രൈ ടു അറേഞ്ച് തിങ്സ് ഇൻ സച്ച് എ വേ അവർക്ക് മിസറി ഒന്നും ഇല്ലാതെ ഹാപ്പിനെസ് മാത്രം കിട്ടാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കും. ബട്ട് ശ്രീല പ്രഭുപാദിന്റെ ബുക്ക് വായിച്ച എല്ലാവർക്കും അറിയാം, കർമ്മ ഇസ് സംതിങ് വിച്ച് ഇസ് വെയിറ്റിംഗ് ഫോർ തിങ്സ് ടു ഹാപ്പൻ. അത് നമുക്ക് ഒരു രീതിയിൽ ഹാപ്പിനെസ് ആവാം, ഒരു രീതിയിൽ മിസറീസ് ആവാം, ബട്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. അഗൈൻ ഓക്കെ, അത് മറ്റവർക്കാണ്. ഇപ്പോൾ നമ്മുടെ സത്സംഗിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഡിവോട്ടീസ് ആണ്. അപ്പോൾ ഡിവോട്ടീസിന് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്കറിയാം കർമ്മ റിയൽ ആണെങ്കിലും, കർമ്മ അതുപോലെ തന്നെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആണെങ്കിലും, നമുക്കൊരു ഗുരുപരമ്പരയിൽ ഒരു ആചാര്യനടുത്ത് ദീക്ഷ എടുക്കുമ്പോൾ നമുക്ക് ആ കർമ്മയിലിരുന്ന് ഒരു വാട്ട് ടു സേ, നമുക്ക് ആ കർമ്മയിൽ നിന്ന് വിടുപെടാം. അതായത് ലൈക്ക് വെൻ വി ടേക്ക് ഇനീഷ്യേഷൻ, നമ്മുടെ ഗുരു നമ്മുടെ കർമ്മ എല്ലാം എടുത്ത് ലൈക്ക് ഈസ് ഗിവിങ് അസ് എ ന്യൂ ഫ്രഷ് ലൈഫ്. ആ ലൈഫും കൊണ്ട് നമുക്ക് ഇതിലിരുന്ന് പോകാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാം, നമുക്ക് ആ കർമ്മ മാറ്റാമല്ലോ. ഓക്കെ, മെറ്റീരിയലിസ്റ്റിന് ബാക്കിൽ പോയി മാറ്റാൻ പറ്റൂല, പക്ഷെ ഡിവോട്ടീസിന് മാറ്റാമല്ലോ എന്നുള്ളത്.
ബട്ട് സ്റ്റിൽ നമുക്ക് ഡിവോഷണൽ ലൈഫ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമുക്കും ഈ കഷ്ടങ്ങൾ വരാം. അപ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് ഇനീഷ്യേഷൻ ടൈമിൽ എല്ലാ കർമ്മവും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് പിന്നെയും കഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ വൈഷ്ണവാസ് പ്ലീസ് കറക്റ്റ് മീ. അപ്പൊ എനിക്കുള്ള മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല, ഞാൻ ഒരു ലെക്ചർ ആചാര്യന്റെ ലെക്ചറിൽ കേട്ടതുമാണ്. അത് നമുക്കെല്ലാം ഒരു ടോക്കൺ റിയാക്ഷൻ സ്റ്റിൽ ഉണ്ട്. നമുക്ക് ഗുരു മഹാരാജിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കർമ്മ എല്ലാം മാറിയാലും സ്റ്റിൽ ഒരു ചെറിയ ടോക്കൺ റിയാക്ഷൻ വെച്ചിട്ടുണ്ട്. ആ ടോക്കൺ റിയാക്ഷന്റെ ലൈക്ക് ദ റീസൺ ബിഹൈൻഡ്, നമുക്ക് ആ സ്റ്റിൽ ആ ടോക്കൺ റിയാക്ഷന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്യൂരിഫൈ ആകാൻ വേണ്ടിയിട്ട്, യുനോ, നമുക്ക് സോബർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണം. നമുക്കിപ്പോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ലൈക്ക് സേ നമുക്ക് ഒരു റോഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ റോഡിന്റെ സൈഡിൽ ബോർഡറോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററോ വേണം. അല്ലെങ്കിൽ നമുക്ക് ആ റോഡിൽ വഴിയിൽ നിന്ന് തെറ്റുമാറി നമുക്ക് വേറെ എവിടെയോ നമ്മൾ പോയി ചേരാൻ എന്നുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ ടോക്കൺ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിവോഷണൽ ലൈഫിൽ നമ്മളെ ക്ലിയർ ആയിട്ട് വെക്കാനുള്ള ഒരു പരിപാടിയാണെന്നുള്ളത് ആണ് ഞാൻ ആ ലെക്ചർ വായിച്ചിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലൈക്ക് ഏതർ മെറ്റീരിയലിസ്റ്റിക് പീപ്പിൾ ആയാലും ഡിവോഷണൽ ലൈഫ് ഏറ്റെടുത്തിട്ടുള്ള ഡിവോട്ടീസ് ആയാലും നമുക്ക് ഈ പെയിൻ ആൻഡ് പ്ലഷേഴ്സ് സ്റ്റിൽ നമ്മുടെ കർമാനനുസരിച്ച് നമ്മൾ യുനോ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ ഡിവോട്ടീസ് നമ്മുടെ കർമ്മ ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻഡിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ തലയ്ക്ക് വന്ന തലപ്പായോട് പോയതുപോലെ നമുക്ക് ചെറിയ ഒരു ഇതിൽ നമുക്ക് സ്റ്റിൽ ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ഫോർ അവർ ഗുഡ്. അതേപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ്സും പറയാം. ലൈക്ക് ഇങ്ങനെ ഒരു മിസറി വരുന്നുണ്ടോ മെറ്റീരിയൽ വേൾഡിൽ, നമുക്ക് ഹാപ്പിനെസ്സും അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ആൻഡ് ലൈക്ക് ഈവൻ സംടൈംസ് നമ്മൾ വിചാരിക്കും നമുക്ക് മിസറീസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ്സും ഞാൻ എടുക്കൂല. ലൈക്ക് ഐ എം ഗോയിങ് ടു റിമെയിൻ ഇക്വിപ്പോസ്ഡ്. ഹാപ്പിനെസ് വന്നാലും ഞാൻ സ്വീകരിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ മിസറി വന്നാലും ഞാൻ അതിനെയും സ്വീകരിക്കാതെ മാറി നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ടു സം എക്സ്റ്റെൻഡ് നമുക്ക് ഹാപ്പിനെസ് വരുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ മിസറി വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്താലേ പറ്റും. അപ്പൊ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ശില പ്രഭുപാദിന്റെ ഈ പേർപ്പെട്ട് വായിക്കുമ്പോൾ അഗൈൻ നമുക്ക് പറയുന്നത് വി ഷുഡ് എൻഡവർ ടു ഗെറ്റ് ഔട്ട് ഓഫ് കർമ്മ ഓൾ ടുഗദർ. ദാറ്റ് ഇസ് ഇന്റലിജൻസ് എന്ന് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. ജസ്റ്റ് ഫോർ ദ റീസൺ നമുക്ക് ഇങ്ങനെ ഒരു പ്രീ ഡെസ്റ്റൈൻഡ് ഒരു പാത്തിൽ നമ്മൾ ഇങ്ങനെ പെട്ടുപോവാതെ നമുക്ക് കുറച്ചൊരു ഇന്റലിജൻസുമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ എൻഡവേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു കർമ്മയിൽ നിന്ന് മൊത്തമായിട്ട് ലൈക്ക് അൾടുഗദർ വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതല്ലാതെ സാധാരണ ഒരു മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ പോലെ ലൈഫിൽ നമുക്ക് പല കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ ഒരുപാട് ധനം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ ഒരുപാട് സോഷ്യലി വലിയ ആളാക്കി, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു മിനിമൽ രീതിയിൽ ഞാൻ ആർക്കും ഒരു ഭാരമില്ലാതെ ഞാൻ ഒരു ഹാപ്പി ആയിട്ട് ഇരുന്ന് പോവാൻ ഉള്ള രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതെ വി ഷുഡ് എൻഡവർ നമ്മുടെ എയിം ഇതിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് നെവർ ബി നമ്മുടെ ജയിലിനകത്ത് നമുക്ക് വലിയ സുഖങ്ങൾ ഉണ്ടാക്കി ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളാനുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇരുന്ന് നമുക്ക് പുറത്ത് വന്നിട്ട് ഈ ജയിലിൽ നിന്ന് നമുക്ക് പുറത്ത് പോകണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ്സ് കാൾഡ് ഇന്റലിജൻസ്. ശ്രീല പ്രഭുപാദ് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വേസ്റ്റ് ആണ്. ബിക്കോസ് അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന സാധനങ്ങളെ കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള മെന്റാലിറ്റി നമുക്ക് എപ്പോൾ നമ്മുടെ മൈൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് നമ്മുടെ എൻഡവേഴ്സ് എല്ലാത്തിലും അത് റിഫ്ലക്ട് ആവും. ഒരു ലൈക്ക് യുനോ ഒരു കോട്ടണിൽ ഇഫ് യു സോക്ക് ദ കോട്ടൺ ഇൻ ഗുഡ് പെർഫ്യൂം, ആ കോട്ടൺ ടച്ച് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ആ പെർഫ്യൂം ഉണ്ടാവും. നമ്മുടെ ഹാർട്ടും അതുപോലെയാണ്. നമുക്ക് നമ്മുടെ ഹാർട്ടിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ അതിൽ നിറയ്ക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന എല്ലാ എൻഡവേഴ്സിലും അത് റിഫ്ലക്ട് ആവും. യു സീ ദാറ്റ്. അപ്പൊ നമുക്ക് ലൈക്ക് ഇഫ് വി ആർ ഇന്റലിജന്റ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലിരുന്ന് പുറത്ത് പോകാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഹാർട്ടിൽ. ലൈക്ക് വി നീഡ് ടു ഹാവ് ദാറ്റ് ഡിസയർ ഇൻ ദ ഹാർട്ട് റാദർ ദാൻ ടു മേക്ക് ദിസ് വേൾഡ് കംഫർട്ടബിൾ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ മനസ്സിലായത്. പിന്നെ
again, translate pinne nokkumbo, translation, persons who are actually intelligent and philosophically inclined should endeavor only for that purposeful end, which is not obtainable, even by wandering from topmost planet, that is Brahmaloka, down to the lowest planet, that is Patala. നമുക്കിതിനെ ഒരു എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഇതിനെ ഗ്രഹിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈവൻ നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ എല്ലാവരും ലൈക്ക് ഇഫ് സംതിങ് ദാറ്റ് എവ്രി വൺ വാണ്ട്സ് ടു ഗെറ്റ്, അത് ചിലപ്പോൾ വെരി റയർ ആയിരിക്കും. മറ്റവർക്ക് എല്ലാം കിട്ടുന്നത് നമുക്കും കിട്ടുന്നതിൽ നമുക്ക് വലിയ ഒരു ഇതില്ല. നമുക്ക് എല്ലാവരും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും പോലും ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റവരുടെ അടുത്ത് ഇല്ലാത്ത ഒരു കാര്യം എനിക്കുണ്ടെങ്കിൽ നമുക്കതിനെ നേടിയെടുക്കാൻ വളരെ ഒരു ആഗ്രഹമുണ്ട്. അത് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. അപ്പം ഇതിൽ ശീല പ്രഭുപാദ് പറയുന്നത് ലൈക്ക് വൺ ഷുഡ് endeavor only for that purposeful end, which is not obtainable even by wandering from the topmost planet. ബ്രഹ്മലോകയിൽ ഇരുന്ന് പാതാളം വരെ പോയാലും കിട്ടാത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസിയും അതാണ്. നമുക്ക് എല്ലാവർക്കും ഇല്ലാത്ത ഒരു വളരെ റയർ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് അബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹവും ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഉപയോഗിച്ച് why not we get which is not obtainable from Brahmaloka to Patala. So if you think about it, Bhakti Yoga practice ചെയ്യുന്നവർ, are we doing the intelligent thing or not? ഒരു ജനറലൈസ്ഡ് ഒരു ഐഡിയ ഉണ്ട്, ഭക്തി യോഗ, ജ്ഞാനയോഗ എല്ലാം ചെയ്യുന്നവർക്ക് ഒരു ഇതുണ്ട്, ഈ ഫിലോസഫിയും കാര്യങ്ങളും മനസ്സിലാവാത്ത ഒരു സെന്റിമെന്റൽ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഭക്തി യോഗീസിന് പറയും. അവർക്ക് ഒരു ഇതും അറിയില്ല, വെറുതെ പാട്ടും പാടി ഡാൻസും ആടി നടക്കുകയാണ്. ബട്ട് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഭക്തി യോഗ പ്രാക്ടീഷണേഴ്സ് വെദർ ദേ ആർ ഇന്റലിജന്റ് ഓർ നോട്ട് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ വാട്ട് ഡു വി ഗെറ്റ്, വാട്ട് ഡു ഹരേ കൃഷ്ണാസ് ഗെറ്റ്? നമുക്ക് ഇത്രയും പറയുന്നുണ്ടല്ലോ, ലൈക്ക് ഇതിലൊന്നും കിട്ടാത്ത കാര്യമാണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് നമുക്ക് കിട്ടുന്നത്? ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്ത് എന്താണ് കിട്ടുന്നത്? നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. ജസ്റ്റ് ഞാൻ പറയാം. ആൻഡ് അഗെയിൻ, if I make any mistakes, Vaishnavas, please intervene and correct me. This is for the whole thing I'm doing is for my purification. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ചാപ്റ്റർ തന്നെ വളരെ മനോഹരമായ ഒരു ചാപ്റ്റർ. മഹർഷി നാരദർ വ്യാസദേവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ഈ കോൺവെർസേഷനിൽ തന്നെ നമ്മളിപ്പോ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. അതായത് what do Hare Krishnas get or what we are getting by practicing Krishna consciousness. അപ്പൊ ഇതില് നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു. ടെക്സ്റ്റ് 3 ഈ ചാപ്റ്ററിൽ തന്നെ ടെക്സ്റ്റ് 3 ഇത് വായിക്കാം. Your inquiries were full and your studies were also fulfilled, and there is no doubt that you have prepared a great and wonderful work, the Mahabharata, which is full of all kinds of Vedic sequence elaborately explained. So Maharishi Narada വന്നിട്ട് വ്യാസദേവറിന് പറയുന്നുണ്ട്, like your inquiries are full and your studies were also fulfilled, and no doubt you have done a wonderful work, Mahabharata. പിന്നെ അടുത്ത വേഴ്സിൽ പറയുന്നുണ്ട്, why should you be despondent in spite of all this? ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഈ സ്ഥലത്ത് ഞാനാണെങ്കിൽ ലൈഫിൽ പറയാൻ തക്ക രീതിയിൽ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഡിസ്പെൻഡന്റ് ആണെങ്കിൽ എവറി റീസൺ ദാറ്റ് ഇസ് ഐ ക്യാൻ ബി ഡിസ്പെൻഡന്റ്. ദാറ്റ്സ് ദ ജസ്റ്റിഫൈഡ് ടു സേ ഒരു ഒന്നും ചെയ്യാത്ത ഒരാൾ ഡിസ്പെൻഡന്റ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതില് നാരദ മഹർഷി വ്യാസദേവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം ഫുൾഫിൽഡ് ആണ്, നിങ്ങളൊരു മഹാഭാരത എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ വർക്കും കൊടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വൈ ആർ ഡിസ്പെൻഡന്റ്, തിങ്കിങ് ദാറ്റ് യു ആർ അൺഡൺ, നിങ്ങളൊരു ഫുൾഫിൽഡ് അല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ട്, മൈ ഡിയർ പ്രഭു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ വ്യാസദേവ അതിന് ഉത്തരം പറയുന്നുണ്ട്, all you have said about me is perfectly correct. ശരിയാണ്. Despite all this, I am not pacified, and I therefore question you about the root cause of my dissatisfaction. വ്യാസദേവനും സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പൊ വ്യാസദേവൻ നേരിട്ട് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, ബട്ട് അതിന്റെ റൂട്ട് കാസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫോർ യു ആർ എ മാൻ ഓഫ് അൺലിമിറ്റഡ് നോളജ് ഡ്യൂ ടു യുവർ ബീയിങ് ദ ഓഫ് സ്പ്രിങ് ഓഫ് വൺ ഹു ഇസ് സെൽഫ് ബോൺ.
നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാം അറിഞ്ഞ ഒരാളാണ്, നിങ്ങൾ തന്നെ എനിക്കൊരു ഉത്തരം പറയണ എന്നുള്ളത്. പിന്നെ ടെക്സ്റ്റ് 6-7 വ്യാസദേവ നാരദ മഹർഷിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പ് അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരെ നല്ല രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യും. ഗ്ലോറിഫൈ ചെയ്തിട്ട് പിന്നെ ലൈക്ക് വിത്ത് ആൾ ഹ്യൂമിലിറ്റി ദേ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ഇതിൽ വ്യാസദേവർ എങ്ങനെ ഇതിന്റെ ക്വസ്റ്റ്യനെ ചോദിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. Oh Lord, everything that is mysterious is known to you because you worship the creator and destroyer of the material world and the maintainer of the spiritual world. നിങ്ങൾക്ക് എല്ലാം അറിയാം, ബിക്കോസ് യു ആർ വർഷിപ്പിംഗ് എല്ലാം ഉണ്ടാക്കിയ ഈ ക്രിയേറ്ററിനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗാഡ് ഹെഡിനെ നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് യു നോ എവറിത്തിങ്. പ്ലീസ് ദെയർഫോർ ഫൈൻഡ് ഔട്ട് ദ ഡെഫിഷ്യൻസി ഇൻ മീ. പിന്നെ വ്യാസദേവർ ചോദിക്കുന്നുണ്ട്, എല്ലാം അറിഞ്ഞ ഇത്രയും ഗ്ലോറിഫൈ ചെയ്തിട്ട് നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, എന്നിടത്ത് എന്താണ് കുറയുള്ളതെന്നുള്ളത് ദയവായിട്ട് എനിക്കൊന്ന് പറയാന്ന് പറഞ്ഞിട്ട്. ഡിസ്പൈറ്റ് ഓഫ് മൈ ബീങ് അബ്സോർബ്ഡ് ഇൻ ട്രാൻസെൻഡൻസ്, ആൻഡ് ഹി അക്സെപ്റ്റ്, വ്യാസദേവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഹി ഈസ് ഓൾറെഡി ഇൻ ട്രാൻസെൻഡൻസ് ബട്ട് സ്റ്റിൽ ഹി ഈസ് നോട്ട് ഫുൾഫിൽ. ട്രാൻസെൻഡൻസ് അണ്ടർ ഡിസിപ്ലിനറി റെഗുലേഷൻസ് ആൻഡ് ഓവ്സ്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റെഗുലേഷൻസും എല്ലാ ഓവ്സിനെയും ലൈക്ക് ഹി പെർഫെക്റ്റ്ലി ഡസ് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞിട്ട് ദയവായിട്ടും പറയാന്ന് പറഞ്ഞിട്ട് നാരദരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നാരദ പോയിന്റ്സ് ഔട്ട് ടു ശ്രീല വ്യാസദേവ്, അതായത് യു ഹാവ് നോട്ട് ഡിസ്ക്രൈബ് ദ ഗ്ലോറീസ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വ്യാസദേവ. പെട്ടെന്ന് നാരദർ ഹി ടുക്ക് ടേക്ക് ദ പൊസിഷൻ ഓഫ് സ്പിരിച്വൽ മാസ്റ്റർ. പെട്ടെന്ന് എന്താണെന്നുള്ള ഇത് പറയുന്നുണ്ട്, ബിക്കോസ് യു ഹാവ് നോട്ട് ഡിസ്ക്രൈബ് ദ ഗ്ലോറീസ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വ്യാസദേവ. ഇത് 9-12 ഇതാണ് പറയുന്നത്. പിന്നെ ടെക്സ്റ്റ് 13 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നാരദർ. Vasudeva, your version is completely perfect, your good fame is spotless, you are firm in your vow and situated in truthfulness. ഇതെല്ലാം ശരിയാണ്. And thus, പിന്നെ നാരദ മഹർഷി പറയുന്നുണ്ട്, you can think of the pastimes of the Lord in trance for the liberation of people in general from all material bondage. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്. ഇതെല്ലാം ചെയ്ത വ്യാസദേവരോട് നാരദ മഹർഷി പിന്നെയും പറയുന്നുണ്ട്, you are a great soul, you are a perfect soul, so you can in trance for the liberation of people in general from all material bondage, you can think about the pastimes of the Supreme Lord. Then പിന്നെയും പറയുന്നുണ്ട് ടെക്സ്റ്റ് 16, the Supreme Lord is unlimited. Only very expert personality retired from the activities of material happiness deserves to understand this knowledge of spiritual values. അതായത് സുപ്രീം ലോർഡിനെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വൺ ഷുഡ് ബി എൻ എക്സ്പേർട്ട് പേഴ്സണാലിറ്റി. ഈ മറ്റേ മെറ്റീരിയൽ ആക്ടിവിറ്റീസിൽ നിന്ന് മൊത്തം റിട്ടയർ ആയിട്ട്, അതായത് ലൈക്ക് വൺ ഹു ഹാസ് റിനൗൺസ്ഡ് ഓൾ മെറ്റീരിയൽ എൻജോയ്മെന്റ് ആൻഡ് ഹൂസ് വെരി എക്സ്പേർട്ട്, ദേ ക്യാൻ മേ ബി they deserve to understand. അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതല്ല പറയുന്നത്, they deserve to understand this knowledge of spiritual values. Therefore, those who are not so well situated, like those who are not so well situated due to material attachment, നമുക്ക് ഒരുപാട് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക്, those who are not well situated should be shown the way. അവർക്കും ഒരു you should show the way of transcendental realization. അവർക്കും ഈ transcendental realization കിട്ടണം by your goodness through descriptions of the transcendental activity of Supreme Lord. ഇതിൽ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ത്രൂ ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സുപ്രീം ലോർഡ്. ഈ വലിയ വലിയ ജ്ഞാനികളെ പോലെ അല്ല, എല്ലാം മാറ്റിവെച്ചിട്ടുള്ള ഒരു എക്സ്പെർട്ടായ പേഴ്സണാലിറ്റി പോലെ അല്ലാത്ത എല്ലാ മെറ്റീരിയൽ അറ്റാച്ച്മെന്റും കൊണ്ട് എല്ലാ കുറ്റങ്ങളും ഉള്ള എന്നെ പോലെ ഒരാളിനും കൂടി ഇത് കിട്ടണമെന്നും വേണ്ടിയിട്ടാണ് നാരദ മഹർഷി വ്യാസദേവരോട് പറയുന്നുണ്ട്, യു ഷുഡ് ഡിസ്ക്രൈബ് ദ ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സുപ്രീം ലോർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫൂൾസ് ലൈക്ക് മീ. സോ നമുക്ക് ഇതിലിരുന്ന് മനസ്സിലാക്കുന്നത്, വാട്ട് ഭക്തി യോഗീസ് ആർ ദോസ് ഹു പ്രാക്ടീസ് ഭക്തി യോഗ, അവർക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ആകെ സുപ്രീം പേഴ്സണാലിറ്റീൻ്റെ പാസ്റ്റ് ടൈംസ് കേൾക്കാം, വി ഹിയർ കൃഷ്ണ കഥ വിത്ത് സോ മച്ച് ഈഗർനെസ്. അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? വി ആർ ഇൻഡീഡ് ഗെറ്റിംഗ് ലിബറേറ്റഡ് ഫ്രം ആൾ മെറ്റീരിയൽ ബോണ്ടേജ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് നാരദ മഹർഷി വ്യാസദേവരോട്
പ്രത്യേകിച്ച് ഈ ഭാഗവതം നമുക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പറയുന്നത്. വ്യാസദേവ ഇസ് ആൾറെഡി പെർഫെക്റ്റ് ആൻഡ് ഹി ഈസ് ദ പെർഫെക്റ്റ് പേഴ്സൺ. വ്യാസദേവറിന്റെ ട്രാൻസിൽ ഇരുന്നിട്ട് he can think about the pastimes of the Supreme Lord, and our pastimes of the Supreme Lord നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് എസ്പെഷ്യലി ദ ഫാലൻ സോൾസ് നമുക്ക് വേണ്ടിയിട്ട് ഇതിനെ തരുമ്പോൾ, through the descriptions of the transcendental activities of the Supreme Lord, we indeed, നമ്മൾ അതിനെ ഇന്ന് മഹാരാജിന്റെ കോട്ട് പോലെ നമുക്ക് നമ്മുടെ ഹാർട്ടിനകത്ത് അത് ഗ്രഹിക്കാൻ പറ്റിയാൽ വി ആർ ഇൻഡീഡ് ഗെറ്റിംഗ് ലിബറേറ്റഡ് ഫ്രം ദ മെറ്റീരിയൽ ബോണ്ടേജ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. സോ ലൈക്ക് ജനറലി എല്ലാം പറയുന്നത് പോലെ ഭക്തി യോഗീസിനും ഒന്നും അറിയില്ല, ഭക്തി പ്രാക്ടീഷണേഴ്സിനും ഒന്നും അറിയില്ല, മണ്ടന്മാരാണ്, അവർ ജസ്റ്റ് ഇങ്ങനെ ഭജനം പാടി കൈയും ഉയർത്തി ഡാൻസ് ചെയ്യാണ്. അല്ല, അങ്ങനെയല്ല ചെയ്യുന്നത്. എസ്പെഷ്യലി ടു സേ ഇങ്ങനെ വേദാന്തം പഠിച്ചിട്ട് ജ്ഞാനീസായിട്ട് കറങ്ങുന്നവർക്ക് ഈ ഒരു ഇത് കിട്ടൂല. ലൈക്ക് ദ എസൻസ് ഓഫ് ഓൾ ദ സ്റ്റഡീസ് ദാറ്റ് we get it and they don't get it. They just get the knowledge. അവർക്ക് ബാക്കി എല്ലാം കിട്ടുമായിരിക്കാം. They may be very high level in the society. They are highly placed, they are highly respected ആയിരിക്കാം, because they are so intelligent, they are so much of people from the higher level ആയിരിക്കാം. But bhakti yogis അങ്ങനെ എല്ലാം ഇല്ലെങ്കിലും they get what that is really needed. They get release from the bondage of this material existence, and by that release of the bondage from the material existence, they do get the real happiness. That is, to enjoy, to go back to our original nature and enjoy with the Supreme Personality of Godhead. ആ ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ഇത് രണ്ടും കമ്പയർ ചെയ്താൽ what is the value of the knowledge? Nothing. ആ വാല്യൂവും കൊണ്ട് അവർക്ക് the degrees and their plans and photographs, they can just keep it in their self. അത്രയേ ഉള്ളൂ. നമുക്ക് ഭക്തി യോഗീസിന് കിട്ടുന്ന ഹാർട്ടിന്റെ ആഴത്തിലിരുന്ന് അവർക്ക് whatever they can feel it, that they will never get it. So of course Hare Krishnas or the devotees are the most perfect followers, those who follow perfectly Srila Prabhupada. They are definitely the blessed people, and that is the fact because of these things. And ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഈ പോപ്പട്ടിൽ പറയുന്നത് പോലെ ലൈക്ക് വി ഡു ഗെറ്റ് relieved from the cycle of birth, and that is another side thing that we do get. Like ഈ cycle of birth and death നിന്ന് നമുക്ക് പുറത്തു പോയിട്ട് നമ്മുടെ ഒറിജിനൽ നേച്ചറിലോട്ട് നമുക്ക് we can go back to our original nature. That is also possible. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഈ പേപ്പട്ടിൽ പറയുന്നത് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഹൗ ഡു വി ഡു ഇറ്റ്? ഹൗ ക്യാൻ വി ഡു ഇറ്റ്? നമുക്ക് ജ്ഞാനികളെ പോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച്, ഒരുപാട് ശ്ലോക വായിച്ച്, അതിനെ മനസ്സിലാക്കി, അതിനെ ചർച്ച ചെയ്ത് നമുക്ക് അങ്ങനെയല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വി ഡു പ്രാക്ടീസ് തിങ്സ് ദാറ്റ് ഇസ് ഗിവൻ ബൈ വൈഷ്ണവാചാര്യാസ്. വൈഷ്ണവാചാര്യാസ് എന്ത് പറയുന്നുണ്ടോ നമ്മൾ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഇതില് ഇനിയൊരു കാര്യം ഞാൻ ഒരു ലെക്ചർ കേട്ടപ്പോൾ മനസ്സിലാക്കിയതാണ്. ലൈക്ക് ഐ ഹംബ്ലി വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു. നമുക്ക് ഈ പ്യൂരിഫൈഡ് സ്റ്റേറ്റ് അല്ലാതെ ആകെ നമുക്കുള്ളത് നമ്മുടെ സെൻസസ് ആണ്. വി ആക്ട് ഓർ വി ഡു റിസീവ് ദ വേൾഡ് വിത്ത് അവർ സെൻസസ്. നമുക്ക് ഇതിന് കൂടുതൽ ട്രാൻസ്ജെൻഡറൽ വിഷനോ ഒന്നുമില്ല. പക്ഷേ അതിൽ ആചാര്യൻ പറയുന്നുണ്ട്, കൃഷ്ണ ക്യാൻ ബി കോൺടാക്റ്റഡ് ബൈ ഓൾ അവർ സെൻസസ്. എന്താണെന്ന് വെച്ചാൽ as there is no place that he is not there. കൃഷ്ണ ഇല്ലാത്തെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ സെൻസസ് കൊണ്ട് തന്നെ നമുക്ക് കൃഷ്ണനെ അറിയാൻ പറ്റും. ഇതിനെ കോട്ടും ചെയ്യുന്നുണ്ട് ഭഗവത്ഗീത 7.7 മയി സർവം ഇതം പ്രോത്തം സൂത്രേ മണിഗന ഇവ. അതായത്, ഓ കോൺകറർ ഓഫ് വെൽത്ത്, there is no truth superior to me, everything rests upon me as pearls are strung on the thread. സോ ഇന്ന വേ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എവ്രിതിങ് റെസ്റ്റ് ഓൺ മീ. സോ നമുക്ക് നമ്മുടെ സെൻസസ് പ്യൂരിഫൈ അല്ലാന്നുണ്ടെങ്കിലും നമുക്കുള്ള സെൻസസ് വെച്ചിട്ട് തന്നെ കൃഷ്ണനെ റിസീവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹീസ് ഓൺ എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്, ദാറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, ദാറ്റ് റെസ്റ്റ് ഓൺ കൃഷ്ണ. സോ ഇൻ എ വേ നമ്മൾ സെപ്പറേറ്റഡ് അല്ല കൃഷ്ണടുത്തുണ്ട്, ബട്ട് സ്റ്റിൽ വി ആർ സെപ്പറേറ്റഡ്, പാർഷ്യലി സെപ്പറേറ്റഡ് ബിക്കോസ് ഓഫ് അവർ we are enemy of Krishna and we wanted to enjoy separate from Krishna. അതുകൊണ്ട് നമുക്ക്
നമ്മുടെ ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ കൃഷ്ണനിൽ നിന്ന് മാറി വന്നതാണ്. ഈ ഒരു ലൈക്ക് ബിക്കോസ് ഓഫ് അവർ എൻവിയസ് ആൻഡ് ദ ഡേർട്ട് ഇൻ അവർ ഹാർട്ട്, ഇതിനെ മാറ്റി വെച്ചാൽ there's nothing that is stopping us from being with Krishna. That is the truth. പക്ഷേ നമുക്ക് ഇതിലൊരു പ്രശ്നമുണ്ട്. ഇല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് എവിടെ ആക്കിയാലും, ഇപ്പൊ എന്നെ കൊണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെ തന്നെ പറയാം, എന്നെ കൊണ്ട് എവിടെ ആക്കിയാലും ഞാൻ ഐ വിൽ ട്രൈ ടു ബി കംഫർട്ടബിൾ ഇൻ ദ സിറ്റുവേഷൻ. പിന്നെ നമുക്കൊരു നല്ല സുഖമായിട്ട് ജീവിക്കാനൊരു സ്ഥലം കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് പുറത്ത് പോകാനുള്ള ആഗ്രഹം വരുമോ? ഉറപ്പായിട്ടും ഇല്ല. ഫോർ എക്സാമ്പിൾ എന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വെക്കാണെന്ന് വെച്ചോ, കംഫർട്ടബിൾ എല്ലാം കിട്ടും, ഒരു 5 സ്റ്റാർ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ആഗ്രഹമില്ല. ഇൻ ദ സെൻസ് ഒരു ആചാര്യന്റെ ഇതിൽ ഇത് കുറച്ചൊരു ഗ്രോസ് എക്സാമ്പിൾ ആണ്, പക്ഷെ ഇറ്റ് ഹിറ്റ് മീ സോ ഹാർഡ്. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യാണ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രോസ് കൈൻഡ്ലി ഫർഗിവ് മീ, പക്ഷെ ഇറ്റ് ഈസ് ഗ്രോസ്. അപ്പം ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇന്ന് പുറത്താക്കിയാൽ ഞാൻ പുറത്ത് നിൽക്കുമോ? എനിക്ക് എങ്ങനെയെങ്കിലും ആ 5 സ്റ്റാർ ഹോട്ടലിൽ തീർച്ചയായിട്ടും എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഇസ് മൈ ഹെവൻ. അത് എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയി ജീവിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഒരു കമ്പാരിസൺ ആചാര്യൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ എ ഇന്ദ്രഗോപ ജേം, നിങ്ങളൊരു മലത്തിൽ കളിയുന്ന ഒരു പുഴുവാണെങ്കിൽ, ഇഫ് സം ഗുഡ് മാൻ പിക്ക് യു ആൻഡ് പുട്ട് യു ഇൻ എ ക്ലീനർ പ്ലേസ്, നമ്മൾ ആ മലത്തിൽ നിന്ന് എടുത്ത് ഒരു ക്ലീൻ പ്ലേസിൽ ഇട്ടാലും we will go, ആ പുഴു, ആ ഇന്ദ്രഗോപ ജം will rush back to that stool. അപ്പോൾ ആ ഇന്ദ്രഗോപ ജമ്മിനെ സംബന്ധിച്ച് ആ സ്റ്റൂളാണ് അതിന്റെ 5 സ്റ്റാർ പ്ലേസ്. അപ്പം നമ്മളും ഏത് അങ്ങനെയാണ്. നമുക്ക് ഈ ഭൂലോകം ആക്ച്വലി ഈ മെറ്റീരിയൽ വേൾഡ് can be compared to a stool, a place of misery. ബട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിലിരുന്ന് ഈ ബൈ ദ മേഴ്സി ഓഫ് ആചാര്യാസ് ദേ ആർ ട്രൈയിങ് ടു ടേക്ക് us ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ക്ലീനർ പ്ലേസ്. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് വി തിങ്ക്, ഓ വാട്ട് എവർ മൈ ഫാമിലി, മൈ സൊസൈറ്റി, ഇതിലിருந்து കിട്ടുന്നതാണ് സുഖം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ആചാര്യൻ പറയുന്നുണ്ട്, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദാറ്റ് ഇന്ദ്രഗോപ ജേം ഇൻ ദ സ്റ്റൂൾ, ബിക്കോസ് വി ബോത്ത് think the same way. നമ്മുടെ എണ്ണം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വി ആർ നോ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഇന്ദ്രഗോപ ജം. പിന്നെ നമ്മള് റെസ്ക്യൂ പാർട്ട്, നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ പെട്ടുപോയ നമ്മളിനെ ലൈക്ക് ബൈ മേഴ്സി ഓഫ് ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീല പ്രഭുപാദ് വി ആർ ഗെറ്റിംഗ് ദിസ് ഭക്തി സീഡ്. ശ്രീല പ്രഭുപാദിന്റെ ഒറ്റ കാരുണ്യം കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു ഭക്തി സീഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എങ്ങനെയെങ്കിലും ഫോർ സം റീസൺ ആർ അതർ ഇന്ന് നമുക്ക് ഇവിടെ ഒരു ദീപാവലിനെ മാറ്റി വെച്ചിട്ട് ലൈക്ക് വി ബൈ മേഴ്സി ഓഫ് ഡിവോട്ടീസ് നമുക്ക് ഇത് വായിക്കുന്നത് കൊണ്ട് വാട്ട് ടു സേ, we somehow or other we got that seed of bhakti. അപ്പോൾ നമുക്ക് ഈ ഭക്തി സീഡ് കിട്ടിയിട്ട് ഹൗ വി ആർ യൂട്ടിലൈസിങ് ഇറ്റ് എന്നുള്ള ഒറ്റ ഒരു കാര്യം ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹോപ്പ് ഇറ്റ് ഇസ് നോട്ട് ടു ലെങ്തി ആർ നോട്ട് ബോറിംഗ്. ഹൗ ഡു വി ഈ നമുക്ക് കിട്ടിയ ഈ ഭക്തിനെ നമ്മൾ എങ്ങനെ, ഹൗ ഡു വി ഗെറ്റ് ദ ഫ്രൂട്ട് ഔട്ട് ഓഫ് ദിസ് ഭക്തി സീഡ് എന്നുള്ളത് ഞാൻ ലെക്ചറിൽ കേട്ടതാണ്. ഐ ജസ്റ്റ് ഷെയർ ഇറ്റ്. ഓഫ് കോഴ്സ് വി നീഡ് ടു വാട്ടർ ദ സീഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാവരും ശ്രമിച്ച് ചെയ്യുന്നതാണ്. വി ചാൻഡ് ആൻഡ് വി ഷുഡ് അവോയ്ഡ് അപരാധാസ്. ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി mad elephant aparadha. We all know Vaishnava aparadha is the worst thing. നമുക്ക് നമ്മുടെ കണ്ണിലിരുന്ന് പല ഡിവോട്ടീസും മാറിപ്പോകുന്നത് ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. If they offend a devotee may forgive, but Krishna will not forgive. അവർക്ക് വേറെ അറ്റ്ലീസ്റ്റ് അവർക്ക് ടെമ്പററി ആയിട്ട് ഒരു ബ്രേക്ക് കിട്ടും. Of course devotion is never lost. അവർക്ക് പിന്നെ ലൈക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. But temporarily we see devotees fall down. And നമുക്ക് like we have to protect ourselves from that. We have to, with all our effort, we have to protect ourselves from that. നമുക്ക് ആ ഒരു ഡൗൺഫാൾ ഇല്ലാതെ, വൈഷ്ണവ അപരാധം ഇല്ലാതെ നമ്മുടെ ഡിവോഷണൽ ലൈഫ് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ലൈക്ക് വി നീഡ് ടു ബിൽഡ് എ ഫ്രണ്ട്സ് അറൌണ്ട് അസ്. ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഫ്രണ്ട്സ് ബിൽഡ് ചെയ്യണം. ഹൗ ദാറ്റ് ക്യാൻ ബി ഡൺ ഇസ് ബൈ വർഷിപ്പിംഗ് ഗുരു ആൻഡ് വൈഷ്ണവാസ്. എപ്പോഴും ലൈക്ക് വി ഷുഡ് വർഷിപ്പ് ഗുരു ആൻഡ് വൈഷ്ണവാസ്, ആൻഡ് ദാറ്റ് വിൽ ബിൽഡ് എ സ്ട്രോങ് ഫ്രണ്ട്സ് വിച്ച് നോ എലിഫന്റ് ക്യാൻ എൻറ്റർ. പിന്നെ അത് മാത്രമല്ലാതെ വി ഹാവ് അവർ 4 regulative principles.
That we have all know. No meat eating, no intoxication, no gambling, and no illicit sex. No illicit sex ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ശ്രീല പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്, സെക്സ് ഇസ് ഓൺലി ഫോർ പ്രോക്രിയേഷൻ, നോട്ട് ഫോർ റീക്രിയേഷൻ, ഈവൻ വിത്തിൻ ദ മാരേജ്. നമുക്ക് ഡിവോഷണൽ ലൈഫ് പലരും നമുക്ക് ഇനിഷ്യേഷൻ എടുത്തവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇഫ് വി ആർ ടു ഗെറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ഭക്തി സീഡ്, നമുക്ക് വൈഷ്ണവപ്രാധ ചെയ്യാൻ പാടില്ല. ആൻഡ് ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ക്ലിയർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം, ഇൻക്ലൂഡിങ് നോ ഇല്ലിസിറ്റ് സെക്സ്. ഇല്ലിസിറ്റ് സെക്സ് വിത്തിൻ മാരേജ് is also prohibited if not for procreation. Procreation അല്ലാതെ റീക്രിയേഷൻ വേണ്ടിയിട്ട് മാരേജിനകത്തും സെക്സ് പാടില്ല. And if we follow all these things, then we definitely will we'll enjoy the fruit of the bhakti seed, and that is possible. അതിനൊരു ടെസ്റ്റ്, ഒരു സെൽഫ് ടെസ്റ്റ് നമുക്ക് പറയാം. ലൈക്ക് സേ ഇഫ് neophyte like me, എനിക്ക് ഒരു 2 ഓപ്ഷൻ ഉണ്ട്. either to follow this fully or follow this partially as much as I can, and പറ്റാത്ത രീതിയിൽ എനിക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ഇതിന് ക്ലിയർ ആയിട്ട് പാലിക്കാൻ പറ്റുന്നില്ല. Like I'm not able to be respect to Vaishnavas, I'm not able to follow one of the regulative principles ആണെങ്കിൽ what happened to me എന്നുള്ളത് നോക്കാം. നമ്മൾ പതുക്കെ എല്ലായിടത്തും കുറേകൾ കാണാൻ തുടങ്ങും. ആൻഡ് അവർ മൈൻഡ് വിൽ ബി ഫിൽഡ് വിത്ത് ഹാങ്കറിങ്. അതായത് യുനോ മറ്റേ ഡിവോട്ടിന് അത് കിട്ടി, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാനും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് മറ്റവർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ചില ഡിവോട്ടീസ് അവർ ശരിയല്ല, ഇവർ മാത്രം ശരിയാണ്. നമ്മൾ ഡിവോട്ടീസിന് അടുത്ത് യുനോ വിൽ ട്രൈ ടു ഫൈൻഡ് ഫാൾട്ട്. ചിലവർ മാത്രം ഓക്കെ, അല്ലെങ്കിൽ ഡിവോഷനിൽ നമുക്ക് ഒരുമിച്ച് കാണാതെ വിൽ ട്രൈ ടു ഫൈൻഡ് ഡിഫറെന്റ് തിങ്സ്. പിന്നെ നമ്മുടെ മൈൻഡിലൊരു ലൈക്ക് വി വിൽ നോട്ട് ബി ഇൻ പീസ് ഈവൻ ദോ വി എക്സ്റ്റേണലി പുട്ട് തിലക്കിട്ടിട്ട് കണ്ടിമാല ഇട്ടിട്ട് കുർത്താം ഇട്ടിട്ട് ക്യാമറ ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചാലും ഇഫ് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് ഹാപ്പിനെസ് ഇൻസൈഡ്, ദെൻ ഐ ഹാവ് ടു ട്രൈ ഫോളോയിങ് ദിസ് സ്ട്രിക്ട്ലി. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ ദ സെയിം തിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡിവോട്ടി എന്നെക്കാട്ടിലും നല്ല വണ്ണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസും ഈ പറയുന്ന സാധനങ്ങളും കറക്റ്റായിട്ട് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി എൻവിയസ് ടുവേർഡ്സ് ദ ഡിവോട്ടി. സെയിം തിങ് ഇഫ് ഐ എം ഡൂയിങ് ഇറ്റ് wrong, everything if I do it everything right, ഈ 4 പ്രിൻസിപ്പിൾസിനെ ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ട് ഇഫ് ഐ റെസ്പെക്ട് ഓൾ വൈഷ്ണവാസ്, ദെൻ ഐ ഷുഡ് ജെന്യൂൻലി അപ്രീഷിയേറ്റ് ദാറ്റ് ഡിവോട്ടി. എന്നതിനും കൂടുതൽ ഒരു ഡിവോട്ടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ആ ഡിവോട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. ദിസ് ഇസ് ദ ടെസ്റ്റ്. ആൻഡ് ഇഫ് എനിവൺ ഹാവ് എനി ഡൗട്ട്, ഇത് പാലിക്കാം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഒരു ലെക്ചറിൽ നിന്ന് കോപ്പി ആയിട്ട് അതുപോലെ പറയാണ്. ഡിവോട്ടീസ് ദയവായിട്ട് ഇത് ഞാൻ പറയുന്നതായിട്ട് തെറ്റിദ്ധരിക്കല്. ഇത് ഐ എം ലൈക്ക് to compare with, I am just that worm in that stool. I don't have any qualification to say this. ഞാൻ ലെക്ചറിൽ കേട്ടത് അതുപോലെ ഞാൻ പറയാം. So if we want to see or test if it is true or not, just try strictly following Srila Prabhupada's teachings, and you will feel the transcendental pressure, and that is true. ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു എനിമിയുണ്ട്, ദാറ്റ് ഇസ് അവർ ടങ്, വിച്ച് ഇസ് നെവർ സാറ്റിസ്ഫൈഡ്. ബ്ലാ 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 എപ്പോൾ കിട്ടിയാലും എന്തെങ്കിലും പറയണം. എസ്പെഷ്യലി മറ്റവരുടെ കുറ്റം പറയുന്നതിന് ആ ടങ്ങിനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റൂല. സോ ഞാൻ പറഞ്ഞ ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസും വൈഷ്ണവാഷിനടുത്തും നമ്മൾ നല്ല രീതിയിൽ ലൈക്ക് ഇഫ് യു നീഡ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദം ആൻഡ് ടു പ്രാക്ടീസ് ഓൾ ദോസ് തിങ്സ്, ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. എസ്പെഷ്യലി വി ഷുഡ് സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ് അവേഴ്സ്. ലൈക്ക് എന്താ പറയാ, ആക്ച്വലി ഈ എല്ലാ ആചാര്യസും ഗ്രന്ഥങ്ങളും പറയുന്നത് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഫാൾട്ട് ഇൻ യു ആൻഡ് ഫൈൻഡ് ഗുഡ് ഇൻ അതേഴ്സ്, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയാൽ ഞാൻ ഐ വിൽ ഫൈൻഡ് ഗുഡ് ഓൺലി, ഐ സീ ഓൺലി ഗുഡ് ഇൻ മീ ആൻഡ് ഓൺലി ഫാൾട്ട് ഇൻ അതേഴ്സ്. അങ്ങനെ ഒരു പെട്ടുപോയ ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ ഇഫ് യു വാണ്ട് ടു പ്രാക്ടീസ് കൃഷ്ണ കോൺഷ്യസ്നെസ് സീരിയസ്ലി, നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളതാണ്. വി ഷുഡ് ഫൈൻഡ് ഫാൾട്ട് വിത്ത് ഇൻ അവർ സെൽഫ് ആൻഡ് വി ഷുഡ് ഫൈൻഡ് ഗുഡ് ഇൻ ഓൾ അതേഴ്സ്.
പിന്നെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് 2-3 ദിവസം മുമ്പ് ഗുരു മഹാരാജിനെ വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. അതിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ഐ തിങ്ക് ഐ ആം ഗ്രേറ്റ്, യുനോ, ഐ ഷുഡ് നോട്ട് സേ ദിസ്, ബട്ട് വൈഷ്ണവർ ആയതുകൊണ്ട് ഇതെനിക്ക് മാറി കിട്ടുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ പറയാണ്. എപ്പോഴും എനിക്ക് ഈ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും യു ആർ ഗ്രേറ്റ്. മൈൻഡ് ഇങ്ങനെ നിർത്തുകയില്ല. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ചെയ്തല്ലോ, യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചോദിക്കാനും പേടിയുണ്ടായിരുന്നു ഗുരു മഹാരാജോട്. സോറി, 18 സോറി പ്രഭു. ഓക്കെ. അപ്പൊ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഗുരു മഹാരാജോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ലെക്ചറിൽ ഗുരു മഹാരാജ് എന്നെ ആൻസർ എനിക്ക് തന്നു. ആക്ച്വലി എക്സാക്ട്ലി ഇത് തന്നെ പറഞ്ഞു. യു തിങ്ക് യു ആർ ഗ്രേറ്റ്. ഹൗ ഡു യു തിങ്ക്? ഇങ്ങനെ തന്നെ ചോദിച്ചു. യു ആർ ഗ്രേറ്റ്. പിന്നെ ഒരു പാട്ടും പാടി, ഐ ആം ഗ്രേറ്റ്, ഐ ആം ഗ്രേറ്റ്, ഐ ആം ഗ്രേറ്റ്, ഐ ആം ഗ്രേറ്റ്. ഇങ്ങനെയായിരിക്കും നീ ആലോചിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നിർത്തി, ഒരു സെക്കൻഡ് നിർത്തിയിട്ട് പറഞ്ഞു, യെസ് യു ആർ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ് ഇൻ വൺ തിങ്. പറഞ്ഞിട്ട് പറഞ്ഞു, യു ആർ എ ഗ്രേറ്റ് ഫൂൾ എന്ന് പറഞ്ഞു. അപ്പം ഈ ഗ്രേറ്റ്നെസ്, ഞാൻ ഗ്രേറ്റ് ആണെന്ന് കൊണ്ട് നടക്കുന്ന ആഗ്രഹവും ഫുൾഫിൽ ആയി. ഐ എം ഗ്രേറ്റ് ഇൻ വൺ തിങ്, ഐ എം ഗ്രേറ്റ് ഫുൾ എന്നുള്ളത് ഞാൻ ഇപ്പോ പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു ഉത്തരമാണ്. സോ ഫൈനലി പർപ്പട്ടിന്റെ ലാസ്റ്റ് ഇത് പറഞ്ഞിട്ട് നിർത്താം. ശ്രീല പ്രഭുപാദ് വളരെ മനോഹരമായിട്ട് പറഞ്ഞ ഒരു ജസ്റ്റ് വൺ തിങ്. No one can get more or less of these things simply by personal endeavor. Even if they are obtained, they can be lost. One should not therefore waste time with these flimsy things. One should endeavor to go back to Godhead. That this should be the mission of everyone's life. So എനിക്ക് ഒരു നിങ്ങളുടെ എല്ലാവരുടെ മുമ്പ് സംസാരിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അവസരം ഉപയോഗിച്ച് ഐ ബെഗ് യു ആൾ കൈൻഡ്ലി പ്ലീസ് ബ്ലെസ് മീ. ഞാൻ എൻ്റെ എൻഡവേഴ്സ് എല്ലാ മെറ്റീരിയൽ ഇതിലൊന്ന് മാറ്റി സ്പിരിച്വൽ എൻഡവറായിട്ട് മാറ്റി I should also do things that what Srila Prabhupada and what Guru Maharaj and what great Vaishnavas you are telling me, അത് തന്നെ ഞാൻ മനസ്സിലാക്കി അത് തന്നെ ചെയ്യണമെന്ന് എനിക്കും മൈൻഡിൽ അങ്ങനെ ഒരു ആഗ്രഹം വരണമെന്നുണ്ട്. എന്നെ ബ്ലെസ് ചെയ്യാം. സോ ഇതുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ ഡ്യൂട്ടീസ് നന്ദി. Thank you, Mataji. Hare Krishna. Thank you, Guru. ഐശ്വര്യമാജിയും കഥാമൃത പ്രഭുവും കയറിയിട്ടുണ്ട്. കഥാമൃത പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാലാജി ദണ്ഡവത് പ്രണാം. പ്രഭു വളരെ നന്ദി പ്രഭു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമുക്ക് ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞത്. നമ്മൾ യാത്രയിലാണ്. എന്തായാലും പ്രഭുവിന്റെ ക്ലാസ് ഗംഭീരമായിരിക്കും നമുക്കറിയാം. ഇപ്പോ നമ്മൾ ജഗന്നാഥപുരി ഡാമിൽ നിന്നും മായാപൂരിലേക്ക് കുറച്ച് ഡ്യൂട്ടീസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞില്ല. എന്തായാലും പ്രഭുവിന്റെ ക്ലാസ് നന്നായിരിക്കും എനിക്കറിയാം. നന്ദി പ്രഭു, വളരെ സന്തോഷം. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. Hare Krishna Prabhu, thank you very much. Nandru, Namaste. Hare Krishna.